ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജ സി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നീറ്റുകക്കയുടെ രാസനാമം എന്ത്? നീറ്റുകക്കയുടെ രാസനാമം എന്താണ്? കാൽസ്യം ഓക്സൈഡ് ആണ്. എന്താണ്? കാൽസ്യം ഓക്സൈഡ് ആണ്. സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു. സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണ്? ചുണ്ണാമ്പ് കല്ലാണ്. ഏതാണ്? ചുണ്ണാമ്പ് കല്ലാണ്. സിമന്റ് സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ അതിന്റെ നിർമ്മാണ സമയത്ത് ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ അതിന്റെ നിർമ്മാണ സമയത്ത് ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ജിപ്സം ആണ്. ഏതാണ്? ജിപ്സം ആണ്. അപ്പോൾ നീറ്റുകക്കയുടെ രാസനാമം എന്താണ്? കാൽസ്യം ഓക്സൈഡ് ആണ്. കാൽസ്യം ഓക്സൈഡ് ആണ്. അപ്പോൾ കുമ്മായത്തിന്റെ രാസനാമം എന്താണ്? അത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് കേട്ടോ. കുമ്മായമാണെങ്കിൽ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. നീറ്റുകക്കയാണെങ്കിൽ കാൽസ്യം ഓക്സൈഡ് ആണ്. മാറിപ്പോവരുത്. സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏതാണ്? ചുണ്ണാമ്പ് കല്ലാണ്. ഇനി സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാൻ അതിന്റെ നിർമ്മാണ സമയത്ത് ചേർക്കുന്ന പദാർത്ഥമാണ് ജിപ്സം. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സെല്ല്. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണ്? ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ്. ഏതാണ്? ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ്. ആസിഡുകളും കാർബണേറ്റുകളും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ആസിഡുകളും കാർബണേറ്റുകളും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കുമ്മായത്തിന്റെ രാസനാമം എന്ത്? കുമ്മായത്തിന്റെ രാസനാമം എന്താണ്? ഇതും ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. കുമ്മായത്തിന്റെ രാസനാമം എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സെല്ലാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ആസിഡുകളും കാർബണേറ്റുകളും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കുമ്മായത്തിന്റെ രാസനാമമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ്. മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെൽ ഏത്? മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെൽ ഏതാണ്? ലിഥിയം അയോൺ സെല്ലാണ്. ഏതാണ്? ലിഥിയം അയോൺ സെല്ലാണ്. റീചാർജ് ചെയ്യുന്ന ടോർച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏത്? റീചാർജ് ചെയ്യുന്ന ടോർച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്? നിക്കൽ കാഡ്മിയം സെല്ലാണ്. നിക്കൽ കാഡ്മിയം സെല്ലാണ്. വാച്ചിലും കാൽക്കുലേറ്ററുകളിലും ഉപയോഗിക്കുന്ന സെല്ല്. വാച്ചിലും കാൽക്കുലേറ്ററുകളിലും ഉപയോഗിക്കുന്ന സെല്ല് ഏതാണ്? മെർക്കുറി സെല്ലുകളാണ്. മെർക്കുറി സെല്ലുകളാണ് വാച്ചിലും കാൽക്കുലേറ്ററുകളിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് ലിഥിയം അയോൺ സെല്ല്. റീചാർജ് ചെയ്യുന്ന ടോർച്ചിൽ ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്? നിക്കൽ കാഡ്മിയം സെല്ലാണ്. വാച്ചിലും കാൽക്കുലേറ്ററുകളിലും ഉപയോഗിക്കുന്ന സെല്ല് ഏതാണ്? മെർക്കുറി സെല്ലുകളാണ്. ഏതാണ്? മെർക്കുറി സെല്ലുകളാണ്. പെട്രോളിയത്തിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? പെട്രോളിയത്തിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? അംശിക സ്വേദനമാണ്. ഏതാണ്? അംശിക സ്വേദനമാണ്. റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നം. റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നം ഏതാണ്? ബിറ്റുമിൻ ആണ്. ഏതാണ്? ബിറ്റുമിൻ ആണ്. LPGയിലെ പ്രധാന ഘടകം ഏതാണ്? ഇതും ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. LPGയിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. ഏതാണ്? ബ്യൂട്ടൈൻ ആണ്. അപ്പോൾ പെട്രോളിയത്തിൽ നിന്നും അതിന്റെ ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് അംശിക സ്വേദനം. അംശിക സ്വേദനം. റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നം ഏതാണ്? ബിറ്റുമിൻ ആണ്. ബിറ്റുമിൻ ആണ്. LPGയിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? ബ്യൂട്ടൈൻ ആണ് കേട്ടോ. ബ്യൂട്ടൈൻ ആണ്. ഞാൻ പറയുന്നതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കാം. LPGയുടെ പൂർണ്ണ രൂപം എന്ത്? LPGയുടെ
പൂർണ്ണ രൂപം എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. LPGയുടെ പൂർണ്ണ രൂപം ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. LPGയുടെ ചോർച്ച അറിയാൻ അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? LPGയുടെ ചോർച്ച അറിയാൻ അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ബയോഗ്യാസിലെ പ്രധാന ഘടകങ്ങൾ. ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ LPGയുടെ പൂർണ്ണ രൂപമാണ് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയുന്നത്. LPGയുടെ ചോർച്ച അറിയാൻ അതിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് മീഥെയ്നും കാർബൺ ഡൈ ഓക്സൈഡും. ഉരുക്ക് നിർമ്മിക്കുമ്പോൾ ഇരുമ്പിൽ ചേർക്കുന്ന പദാർത്ഥം ഏത്? ഉരുക്ക് നിർമ്മിക്കുമ്പോൾ ഇരുമ്പിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? കാർബൺ ആണ്. ഏതാണ്? കാർബൺ ആണ്. സാധാരണ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത്? സാധാരണ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? മെർക്കുറിയാണ്. ഏതാണ്? മെർക്കുറിയാണ്. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെ? ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ടിന്നും ലെഡുമാണ്. ഏതൊക്കെയാണ്? ടിന്നും ലെഡുമാണ്. അപ്പോൾ ഉരുക്ക് നിർമ്മിക്കുമ്പോൾ ഇരുമ്പിൽ ചേർക്കുന്ന പദാർത്ഥം ഏതാണ്? കാർബൺ ആണ്. സാധാരണ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? മെർക്കുറിയാണ്. അല്ലെ? മെർക്കുറിയാണ്. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ടിന്നും ലെഡുമാണ്. ടിന്നും ലെഡുമാണ്. CNGയിലെ പ്രധാന ഘടകം ഏത്? അതായത് കംപ്രഷർ ഇൻ നാച്ചുറൽ ഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? CNGയിലെ പ്രധാന ഘടകം ഏതാണ്? മീഥേൻ ആണ്. ഏതാണ്? മീഥേൻ ആണ്. ഏറ്റവും കലോറി മൂല്യം കൂടിയ ഇന്ധനം ഏത്? ഏറ്റവും കലോറി മൂല്യം കൂടിയ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥം ഏതാണ്? ഹൈഡ്രജൻ വായുവിൽ കത്തുന്ന സമയത്ത് ഒരു പദാർത്ഥം രൂപം കൊള്ളുന്നുണ്ട് അല്ലെ? അത് ഏത് പദാർത്ഥമാണ്? ജലമാണ്. ഏതാണ്? ജലമാണ്. അപ്പോൾ CNGയിലെ പ്രധാനപ്പെട്ട ഘടകമാണ് മീഥേൻ എന്ന് പറയുന്നത്. ഏറ്റവും കലോറി മൂല്യം കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. ആ ഹൈഡ്രജൻ വായുവിൽ കത്തുമ്പോൾ അല്ലെ? ഹൈഡ്രജൻ വായുവിൽ കത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന പദാർത്ഥമാണ് ജലം. സോളാർ സെൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? സോളാർ സെൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? സിലിക്കൺ ആണ്. ഏതാണ്? സിലിക്കൺ ആണ്. റബ്ബറിന്റെ വൾക്കനൈസേഷൻ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? റബ്ബറിന്റെ വൾക്കനൈസേഷൻ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? സൾഫർ ആണ്. സൾഫർ ആണ് റബ്ബറിന്റെ വൾക്കനൈസേഷൻ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം. കൽക്കരിയിലെ പ്രധാന ഘടകം ഏതാണ്? കൽക്കരിയിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? കാർബൺ ആണ്. ഏതാണ്? കാർബൺ ആണ്. അപ്പോൾ സോളാർ സെൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് സിലിക്കൺ. റബ്ബറിന്റെ വൾക്കനൈസേഷൻ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? സൾഫർ ആണ്. കൽക്കരിയിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? കാർബൺ ആണ്. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരിയുടെ രൂപം ഏത്? ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരിയുടെ രൂപം ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ്. ഏതാണ്? ആന്ത്രാസൈറ്റ് ആണ്. കാർബൺ അംശം ഏറ്റവും കുറഞ്ഞ കൽക്കരി രൂപം ഏതാണ്? കാർബണിന്റെ അംശം ഏറ്റവും കുറഞ്ഞ കൽക്കരിയുടെ രൂപം ഏതാണ്? പീറ്റ് ആണ് കേട്ടോ. ഏതാണ്? പീറ്റ് ആണ്. മൂത്രത്തിലെ ഗ്ലൂക്കോസ് അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? ബെനഡിക്ട് ലായനിയാണ്. ഏതാണ്? ബെനഡിക്ട് ലായനിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയ കൽക്കരിയുടെ രൂപം ആന്ത്രാസൈറ്റ് ആണ്. ഏറ്റവും കുറവ് കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയുടെ രൂപം പീറ്റ് ആണ്. മൂത്രത്തിന്റെ ഗ്ലൂക്കോസ് അളവ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ലായനി ഏതാണ്? ബെനഡിക്ട് ലായനിയാണ്. ബെനഡിക്ട് ലായനിയാണ്. ശരീരത്തിന്റെ താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏത്?
ശരീരത്തിന്റെ താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏതാണ്? ആന്റിപൈററ്റിക്കുകളാണ്. ഏതാണ്? ആന്റിപൈററ്റിക്കുകളാണ്. അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ. അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധം ഏതാണ്? അന്റാസിഡുകളാണ്. അന്റാസിഡുകളാണ് അസിഡിറ്റി കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ. രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധങ്ങൾ ഏതാണ്? രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ഔഷധമാണ്? ആന്റിബയോട്ടിക്കുകളാണ്. ആന്റിബയോട്ടിക്കുകളാണ് രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരീരത്തിന്റെ താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആന്റിപൈററ്റിക്കുകൾ എന്ന് പറയുന്നത്. അസിഡിറ്റി കുറയ്ക്കാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? അന്റാസിഡുകളാണ്. അതുപോലെ രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആന്റിബയോട്ടിക്കുകൾ. ജനൽപാളികളും ദർപ്പണങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ജനൽപാളികളും ദർപ്പണങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? സോഫ്റ്റ് ഗ്ലാസ് ആണ്. ഏതാണ്? സോഫ്റ്റ് ഗ്ലാസ് ആണ്. ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ലബോറട്ടറി ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഏത് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്? ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ്. ഏതാണ് ഉപയോഗിക്കുന്നത്? ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ്. ലെൻസുകളും പ്രിസങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. അപ്പോൾ ജനൽപാളികളും ദർപ്പണങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ഗ്ലാസ് ആണ്. ലബോറട്ടറികളിൽ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ബോറോ സിലിക്കേറ്റ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലെൻസുകളും പ്രിസങ്ങളും നിർമ്മിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ഗ്ലാസ് ആണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഗ്ലാസിന് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ സംയുക്തമാണ്? ഗ്ലാസിന് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ സംയുക്തം കൊണ്ടാണ്? ഇരുമ്പിന്റെ സംയുക്തം കൊണ്ടാണ്. എന്തിന്റെ സംയുക്തം കൊണ്ടാണ്? ഇരുമ്പിന്റെ സംയുക്തം കൊണ്ടാണ്. ഈ ഫെറിക് അയോൺ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലാസിന് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഇരുമ്പിന്റെ സംയുക്തം കൊണ്ടാണ്. ക്രോമിയം അയോൺ നൽകുന്ന നിറം എന്ത്? ക്രോമിയം അയോൺ നൽകുന്നത് ഏത് നിറമാണ്? പച്ച നിറമാണ്. ഏത് നിറമാണ്? പച്ച നിറമാണ്. അപ്പോൾ മഞ്ഞയാണെങ്കിൽ ഫെറിക് അയോൺ ആണ് ഉപയോഗിക്കുന്നത്, പച്ചയാണെങ്കിൽ ക്രോമിയം അയോൺ ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഗ്ലാസുകൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? അത് കൊബാൾട്ട് ഓക്സൈഡ് ആണ് കേട്ടോ. ഏതാണ്? കൊബാൾട്ട് ഓക്സൈഡ് ആണ്. അപ്പോൾ ഗ്ലാസുകൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഇരുമ്പിന്റെ സംയുക്തം കൊണ്ടാണ്. കൃത്യമായി പറഞ്ഞാൽ ഫെറിക് അയോൺ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മഞ്ഞ നിറം നൽകാൻ ഫെറിക് അയോൺ ആണ് ഉപയോഗിക്കുന്നത്. ഇനി പച്ച നിറം നൽകുന്നത് ക്രോമിയം അയോൺ കൊണ്ടാണ്. ക്രോമിയം അയോൺ ആണ് പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്നത്. നീല നിറം നൽകാൻ ഉപയോഗിക്കുന്നത് കൊബാൾട്ട് ഓക്സൈഡ് ആണ്. ഗ്ലാസുകൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണ്? കൊബാൾട്ട് ഓക്സൈഡ് ആണ്. ആദ്യത്തെ കൃത്രിമ നൂലേത്? ആദ്യത്തെ കൃത്രിമ നൂലേതാണ്? റയോൺ ആണ് കേട്ടോ. ഏതാണ്? റയോൺ ആണ്. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ഏതാണ്? ബേക്കലൈറ്റ് ആണ്. ഈ ബേക്കലൈറ്റ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലിയോ ബേക്ക്ലാൻഡ് ആണ്. ആരാണ്? ലിയോ ബേക്ക്ലാൻഡ് ആണ്. അപ്പോൾ ആദ്യത്തെ കൃത്രിമ നൂൽ എന്ന് പറയുന്നത് റയോൺ ആണ്. കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ബേക്കലൈറ്റ് ആണ് അല്ലെ? ബേക്കലൈറ്റ് ആണ്. ബേക്കലൈറ്റ് നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ലിയോ ബേക്ക്ലാൻഡ് ആണ്. ലിയോ ബേക്ക്ലാൻഡ് ആണ്. പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത് ഏത് ഗ്രീക്ക് വാക്കിൽ നിന്നാണ്? പ്ലാസ്റ്റിക്കിന് ആ പേര് ലഭിച്ചത് ഏത് ഗ്രീക്ക് വാക്കിൽ നിന്നാണ്? പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക് എന്ന പേര് രൂപം കൊണ്ടിരിക്കുന്നത്. PVCയുടെ പൂർണ്ണ രൂപം എന്താണ്? PVCയുടെ പൂർണ്ണ രൂപം എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. PVCയുടെ പൂർണ്ണ രൂപം പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. ജാം കേടാവാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏത്? ജാം കേടാവാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? സോഡിയം ബെൻസോയേറ്റ് ആണ്. ഏതാണ്? സോഡിയം ബെൻസോയേറ്റ് ആണ്. അപ്പോൾ പ്ലാസ്റ്റിക്കോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പ്ലാസ്റ്റിക് എന്ന പേര് രൂപം കൊണ്ടിരിക്കുന്നത്. PVCയുടെ പൂർണ്ണ രൂപം എന്താണ്? പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. പോളി വിനൈൽ ക്ലോറൈഡ് ആണ്. ജാം കേടുവരാതിരിക്കാൻ ചേർക്കുന്ന രാസവസ്തുവാണ് സോഡിയം ബെൻസോയേറ്റ്. സോഡിയം ബെൻസോയേറ്റ്.
അജിനോമോട്ടോയുടെ രാസനാമം എന്ത്? അജിനോമോട്ടോയുടെ രാസനാമം എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. ബൾബിന്റെ ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ബൾബിന്റെ ഫിലമെന്റ് ഉണ്ടാക്കാൻ നമ്മൾ ഏത് ലോഹമാണ് ഉപയോഗിക്കുന്നത്? ടങ്സ്റ്റൻ ആണ് അല്ലെ? ഏതാണ്? ടങ്സ്റ്റൻ ആണ്. ഇലക്ട്രിക് ഹീറ്റിലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. ഇലക്ട്രിക് ഹീറ്റിലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? നിക്രോം ആണ്. ഏതാണ്? നിക്രോം ആണ്. അപ്പോൾ അജിനോമോട്ടോയുടെ രാസനാമം എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ്. ബൾബിന്റെ ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ടങ്സ്റ്റൻ ആണ്. ഇലക്ട്രിക് ഹീറ്റിലെ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? നിക്രോം ആണ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹങ്ങൾ ഏതൊക്കെ? നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹങ്ങൾ ഏതൊക്കെയാണ്? നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹങ്ങൾ ഏതൊക്കെയാണ്? നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏത്? രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? ഗാൽവനിക് സെല്ലാണ്. ഏതാണ്? ഗാൽവനിക് സെല്ലാണ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കാനും താഴ്ന്ന താപനില ലഭിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കാനും താഴ്ന്ന താപനില ലഭിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹങ്ങൾ ഏതൊക്കെയാണ്? നിക്കൽ, ക്രോമിയം, ഇരുമ്പാണ്. രാസോർജത്തെ വൈദ്യുതോർജമാക്കുന്ന ഉപകരണം ഏതാണ്? ഗാൽവനിക് സെല്ലാണ്. ഗാൽവനിക് സെല്ലാണ്. എന്താണ്? ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന രാസമാറ്റം എന്താണ്? രാസോർജം വൈദ്യുതോർജമാകുന്നു അല്ലെ? ഗാൽവനിക് സെല്ലിൽ ഏത് തരത്തിലുള്ള രാസമാറ്റമാണ് നടക്കുന്നത്? രാസോർജം എന്തായി മാറുന്നു? വൈദ്യുതോർജമായി മാറുന്നു. അതുപോലെ തന്നെ ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കാനും താഴ്ന്ന താപനില ലഭിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡ് ആണ്. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ അതിന്മേൽ സിങ്ക് പൂശുന്ന പ്രക്രിയ. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ അതിന് പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗാൽവനൈസേഷൻ. എന്താണ്? ഗാൽവനൈസേഷൻ. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ അതിനുമേൽ സിങ്ക് പൂശുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഗാൽവനൈസേഷൻ എന്ന പേരിലാണ്. മണ്ണിന്റെ അമ്ലത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം. മണ്ണിന്റെ അമ്ലത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കുമ്മായമാണ് അല്ലെ? കുമ്മായമാണ്. നമുക്കറിയാം മണ്ണിൽ ആസിഡ് ഗുണം കൂടുതലുണ്ടെങ്കിൽ ചെടികൾ ശരിയായ രീതിയിൽ വളരില്ല. അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു അമ്ലത്വം അല്ലെ, ആസിഡിന്റെ ഗുണം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ഉപയോഗിക്കാറ്? കുമ്മായമാണ് ഉപയോഗിക്കാറ്. കുമ്മായമാണ് ഉപയോഗിക്കാറ്. ജലശുദ്ധീകരണത്തിൽ കൊയാഗുലേഷൻ പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ജലശുദ്ധീകരണത്തിൽ കൊയാഗുലേഷൻ പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ആലമാണ് കേട്ടോ. ഏതാണ്? ആലമാണ്. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ അതിന് പുറത്ത് സിങ്ക് പൂശുന്ന പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മണ്ണിന്റെ അമ്ലത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് കുമ്മായം. ജലശുദ്ധീകരണത്തിൽ കൊയാഗുലേഷൻ എന്ന പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ആലമാണ്. ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് കുമ്മായ പൊടിയിലൂടെ കടത്തിവിടുന്ന വാതകം ഏത്? ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നതിന് വേണ്ടി കുമ്മായ പൊടിയിലൂടെ കടത്തിവിടുന്ന വാതകം ഏതാണ്? ക്ലോറിൻ ആണ്. ഏത് വാതകമാണ് കടത്തിവിടുന്നത്? ക്ലോറിൻ വാതകമാണ് കടത്തിവിടുന്നത്. സോപ്പ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ആൽക്കലി ഏത്? സോപ്പ് നിർമ്മാണ വേളയിൽ ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ്. ഏതൊക്കെയാണ്? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ്. ഇനി ബേബി സോപ്പുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആൽക്കലി ഏതാണ്? ബേബി സോപ്പുകൾ നിർമ്മിക്കാൻ ഏത് ആൽക്കലിയാണ് ഉപയോഗിക്കുന്നത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് കുമ്മായ പൊടിയിലൂടെ കടത്തിവിടുന്ന വാതകമാണ് ക്ലോറിൻ വാതകം. സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുമാണ്. ബേബി സോപ്പുകൾ നിർമ്മിക്കാൻ ഏത് ആൽക്കലിയാണ് ഉപയോഗിക്കുന്നത്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഭക്ഷ്യവസ്തുക്കൾക്ക്
മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ടാർട്രസിൻ, സൺസെറ്റ് യെല്ലോ. ഏതൊക്കെയാണ്? ടാർട്രസിൻ, സൺസെറ്റ് യെല്ലോ. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? എറിത്രോസിൻ, കാർമോയ്സിൻ, പോൺസി 4R. ഏതൊക്കെയാണ്? എറിത്രോസിൻ, കാർമോസിൻ, പോൺസി 4R. ഭക്ഷ്യവസ്തുക്കൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഏതു രാസവസ്തുവാണ്? ഇൻഡിഗോ കാർമൈനും ബ്രില്യന്റ് ബ്ലൂവുമാണ്. ഇൻഡിഗോ കാർമൈനും ബ്രില്യന്റ് ബ്ലൂവുമാണ് ഭക്ഷ്യവസ്തുക്കൾക്ക് നീല നിറം നൽകുന്നത്. പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഫാസ്റ്റ് ഗ്രീൻ ആണ്. എന്താണ്? ഫാസ്റ്റ് ഗ്രീൻ ആണ് പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഇക്കഴിഞ്ഞ 2-3 എക്സാമുകളിലും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓരോ നിറങ്ങളും ഏത് രാസവസ്തു ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾക്ക് മഞ്ഞ നിറം നൽകുന്നത് ടാർട്രസിനും സൺസെറ്റ് യെല്ലോയുമാണ്. ചുവപ്പ് നിറം നൽകുന്നത് എറിത്രോസിൻ, കാർമോയ്സിൻ, പോൺസി 4R. പോൺസി 4R ആണ്. ഇനി നീല നിറം നൽകുന്നത് ഇൻഡിഗോ കാർമൈനും ബ്രില്യന്റ് ബ്ലൂവുമാണ്. അതുപോലെ പച്ച നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഫാസ്റ്റ് ഗ്രീൻ ആണ്. ഫാസ്റ്റ് ഗ്രീൻ ആണ്. ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ തൈറോക്സിനും കാൽസിട്ടോണിനുമാണ്. തൈറോക്സിനും കാൽസിട്ടോണിനുമാണ്. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ ആണ്. തൈറോക്സിൻ ആണ്. അപ്പോൾ ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ ആണ്. ഏതാണ്? തൈറോക്സിൻ ആണ്. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദന കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ചയില്ലാത്ത അവസ്ഥ ഏതാണ്? ക്രെറ്റനിസം ആണ്. ഏതാണ്? ക്രെറ്റനിസം ആണ്. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദന കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ചയില്ലാത്ത അവസ്ഥയെയാണ് ക്രെറ്റനിസം എന്ന് പറയുന്നത്. മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവുണ്ടാക്കുന്ന രോഗാവസ്ഥ ഏതാണ്? മിക്സഡിമയാണ്. ഏതാണ്? മിക്സഡിമയാണ്. അപ്പോൾ കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് തൈറോക്സിൻ എന്ന് പറയുന്നത്. ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ ഉൽപാദന കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ചയില്ലാത്ത അവസ്ഥയാണ് ക്രെറ്റനിസം എന്ന് പറയുന്നത്. മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവുണ്ടാക്കുന്ന രോഗാവസ്ഥ ഏതാണ്? മിക്സഡിമയാണ്. മിക്സഡിമയാണ്. തൈറോക്സിന്റെ അമിതമായ ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏതാണ്? തൈറോക്സിന്റെ അമിതമായ ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ ഏതാണ്? ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഏതാണ്? ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഏത് മൂലകത്തിന്റെ അഭാവമാണ് തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നതിന് കാരണം? ഏത് മൂലകത്തിന്റെ അഭാവമാണ് തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നതിന് കാരണം? അയഡിൻ. ഏതിന്റെയാണ്? അയഡിൻ. അയഡിന്റെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്. അയഡിന്റെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്. അപ്പോൾ തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇനി ഉൽപാദനം കുറഞ്ഞാൽ ഏത് അവസ്ഥയ്ക്ക് കാരണമാകും? ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയ്ക്ക് കാരണമാകും ട്ടോ. അപ്പോൾ ഉൽപാദനം കൂടുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസവും ഉൽപാദനം കുറയുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഇനി ഏത് മൂലകത്തിന്റെ അഭാവമാണ് തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നതിന് കാരണം? അയഡിന്റെ അഭാവമാണ്. അപ്പോൾ അയഡിന്റെ അഭാവം മൂലം തൈറോയ്ഡ് ഗ്രന്ഥി
അമിതമായി വളരുന്നു, അമിതമായി വളരുന്നു. ഇനി അയഡിന്റെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ ആണ് കേട്ടോ. അയഡിന്റെ അഭാവത്താൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ ആണ്, ഗോയിറ്റർ ആണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 11 മില്ലിഗ്രാം ആണ്. അതായത് 100 ml രക്തം എടുക്കുകയാണെങ്കിൽ അതിൽ 9 മുതൽ 11 മില്ലിഗ്രാം എന്തായിരിക്കും? കാൽസ്യം ആയിരിക്കും, കാൽസ്യം ആയിരിക്കും. ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽസിറ്റോണിൻ ആണ്, കാൽസിറ്റോണിൻ ആണ്. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏതാണ്? പാരാതെർമോൺ ആണ്. ഏതാണ്? പാരാതെർമോൺ ആണ്. അപ്പോൾ രക്തത്തിലെ സാധാരണ കാൽസ്യത്തിന്റെ അളവെന്ന് പറയുന്നത് 100 ml രക്തം എടുക്കുകയാണെങ്കിൽ 9 മുതൽ 11 മില്ലിഗ്രാം എന്തായിരിക്കും? കാൽസ്യം ആയിരിക്കും. 11 മില്ലിഗ്രാം വരെ കാൽസ്യം ആയിരിക്കും. ഇനി രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുന്ന സമയത്ത് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് അമിതമായി കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അതെന്ത് ചെയ്യും? ആ കാൽസ്യത്തിന്റെ അളവിനെ സാധാരണ ഗതിയിലേക്ക്, നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു ഗതിയിലേക്ക് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് വെക്കും. അത് ചെയ്യുന്നത് ആരാണ്? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ ആണ്. ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കും. പാരാതൈറോയ്ഡ് ഗ്രന്ഥി പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കും. അതെന്ത് ചെയ്യുന്നു? കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയെ എത്രയാണോ വേണ്ടത് ആ ഒരു രീതിയിലേക്ക് ബാലൻസ് ചെയ്ത് കൂട്ടിവെക്കും അല്ലെ. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത്, പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ് പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഏതാണ്? പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽസിറ്റോണിൻ ആണ്. ഏതാണ്? കാൽസിറ്റോണിൻ ആണ്. വൃക്കകളിൽ നിന്നും കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? വൃക്കകളിൽ നിന്നും കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പാരാതെർമോൺ ആണ്. പാരാതെർമോൺ ആണ്. അപ്പോൾ പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത്. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിലേക്ക് സംഭരിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കാൽസിറ്റോണിൻ ആണ് കേട്ടോ. ഈ കാൽസിറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഇനി വൃക്കകളിൽ നിന്നും കാൽസ്യത്തെ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പാരാതെർമോൺ ആണ്. പാരാതെർമോൺ ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. പാൻക്രിയാസിലെ ഏത് കോശ സമൂഹമാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്? പാൻക്രിയാസിലെ ഏത് കോശ സമൂഹമാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ് ആണ്. ഏത് കോശ സമൂഹമാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ് ആണ്. ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ് ആണ്. ഈ ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ്. ഏതാണ്? ഇൻസുലിൻ ആണ്. അപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പാൻക്രിയാസ് ഗ്രന്ഥിയാണ് അല്ലെ. ഈ പാൻക്രിയാസ് ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പാൻക്രിയാസ് ഗ്രന്ഥി തന്നെയാണ് ആഗ്നേയ ഗ്രന്ഥി എന്ന പേരിലും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മധുര ഗ്രന്ഥി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. മധുര ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥിയാണ്? പാൻക്രിയാസ് ഗ്രന്ഥിയാണ്. ഈ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ കാണപ്പെടുന്ന കോശ സമൂഹങ്ങളാണ് ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ് എന്ന് പറയുന്നത്. ഈ ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസ് ആണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്?
ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഇൻസുലിൻ ആണ് കേട്ടോ. ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഈ ഇൻസുലിൻ കണ്ടെത്തിയത് ആരാണ്? ഫെഡറിക് ബാറ്റിങ്ങും ചാൾസ് ബെസ്റ്റും കൂടി ചേർന്നാണ് കേട്ടോ. ഇൻസുലിൻ കണ്ടെത്തിയിരിക്കുന്നത് ഫെഡറിക് ബാറ്റിങ്ങും ചാൾസ് ബെസ്റ്റും കൂടി ചേർന്നിട്ടാണെന്ന കാര്യം കൂടി പഠിച്ചു വെക്കുക കേട്ടോ. ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. ഏതാണ്? ഗ്ലൂക്കഗോൺ ആണ്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ഏതാണ്? ഇൻസുലിൻ ആണ്. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്ന ഹോർമോൺ ഏതാണ്? കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. അപ്പോൾ ഐലറ്റ്സ് ഓഫ് ലാഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അത് ഇൻസുലിൻ ആണ് കേട്ടോ. ഇൻസുലിൻ ആണ്. ഇനി ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്ന ഹോർമോൺ ഏത് തന്നെയാണ്? ഇൻസുലിൻ ആണ്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ ആണ്. ഏതാണ്? ഗ്ലൂക്കഗോൺ ആണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് 70 മുതൽ 110 മില്ലിഗ്രാം പെർ 100 ml ആണ്. അതായത് നമ്മൾ 100 ml രക്തം എടുക്കുമ്പോൾ അതിൽ 70 മുതൽ 110 മില്ലിഗ്രാം എന്തായിരിക്കും? ഗ്ലൂക്കോസ് ആയിരിക്കും കാണുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കൂടുന്ന രോഗാവസ്ഥ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? പ്രമേഹമാണ്. ഏതാണ്? പ്രമേഹമാണ്. സോ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് 100 ml രക്തത്തിൽ 70 മുതൽ 110 മില്ലിഗ്രാം വരെയാണ്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണമെന്ത്? ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം എന്താണ്? ഇൻസുലിൻ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറ്. ഇൻസുലിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണമാകുന്നത്. ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം എന്താണ്? ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം എന്താണ്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണമാകുന്നത്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ്. മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ബെനഡിക് ടെസ്റ്റിലൂടെയാണ് തിരിച്ചറിയുന്നത്. ബെനഡിക് ടെസ്റ്റിലൂടെ നമുക്ക് മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണമാകുന്നത് ഇൻസുലിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ്. ഈ ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് സാധാരണ കുട്ടികളിലാണ് കണ്ടുവരാറ്. അതും ഏത് തരത്തിലുള്ള രോഗമാണത്? അതൊരു ജനിതക രോഗമാണ് അല്ലെ? ജനിതക രോഗമാണ് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതാണ്. അത് ഒരുവിധം പ്രായമായവരിൽ കാണപ്പെടുന്ന രോഗമാണ്. അത് ഏത് തരം രോഗമാണ്? അത് ജീവിതചര്യ രോഗമാണ് അല്ലെ? ജീവിതചര്യ രോഗമാണ്. ഇനി മൂത്രത്തിലെ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ടെസ്റ്റ് എന്താണ്? ബെനഡിക് ടെസ്റ്റ് ആണ്. ബെനഡിക് ടെസ്റ്റ് ആണ്. ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ലോഗോ ആണ് നീലവൃത്തം? ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ലോഗോ ആണ് നീലവൃത്തം? പ്രമേഹമാണ്. അപ്പോൾ പ്രമേഹത്തിനെതിരെയുള്ള ബോധവൽക്കരണ ലോഗോ ആണ് നീലവൃത്തം എന്ന് പറയുന്നത്. ലോക പ്രമേഹ ദിനം എപ്പോഴാണ്? ലോക പ്രമേഹ ദിനം എപ്പോഴാണ്? നവംബർ 14-നാണ്. എപ്പോഴാണ്? നവംബർ 14-നാണ്. പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതി. പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഏതാണ്? മിഠായി പദ്ധതിയാണ്. ഏത് പദ്ധതിയാണ്?
മിഠായി പദ്ധതിയാണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് മിഠായി പദ്ധതി എന്ന് പറയുന്നത്. ലോക പ്രമേഹ ദിനം എപ്പോഴാണ്? നവംബർ 14-നാണ് കേട്ടോ. നവംബർ 14-നാണ്. ഈ ലോക പ്രമേഹ ദിനത്തിന്റെ ചിഹ്നമാണ് നീലവൃത്തം എന്ന് പറയുന്നത്. നീലവൃത്തം എന്ന് പറയുന്നത്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. ഏത് ഗ്രന്ഥിയാണ് ജൈവ ഘടികാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്? പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന ഹോർമോണുകൾ ഏതൊക്കെയാണ്? മെലാട്ടോണിനും സെറാട്ടോണിനുമാണ്. ഏതൊക്കെയാണ്? മെലാട്ടോണിനും സെറാട്ടോണിനുമാണ്. പീനിയൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീനിയൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്താണ്. എവിടെയാണ് പീനിയൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്? മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്താണ്. അപ്പോൾ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത് പീനിയൽ ഗ്രന്ഥിയാണ്. ഈ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് മെലാട്ടോണിനും സെറാട്ടോണിനും. ഈ പീനിയൽ ഗ്രന്ഥിയാണ് കേട്ടോ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി. ആ ഒരു കാര്യം പഠിച്ചു വെക്കാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. ഇനി ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? അത് കരളാണ് കേട്ടോ. ഏറ്റവും ചെറിയ ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയും ഏറ്റവും വലിയ ഗ്രന്ഥി എന്ന് പറയുന്നത് കരളാണ്. ഇനി പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാട്ടോണിനാണ് നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് കേട്ടോ. ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിനാണ്. മെലാട്ടോണിനാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിനാണ്. ഏതാണ്? മെലാട്ടോണിനാണ്. ഏത് ഹോർമോണിന്റെ ഉൽപാദനമാണ് രാത്രികാലങ്ങളിൽ കൂടുതലാവുകയും പകൽ സമയത്ത് കുറയുകയും ചെയ്യുന്നത്? ഏത് ഹോർമോണിന്റെ ഉൽപാദനമാണ് രാത്രികാലങ്ങളിൽ കൂടുതലാവുകയും പകൽ സമയത്ത് കുറയുകയും ചെയ്യുന്നത്? മെലാട്ടോണിന്റെ ഉൽപാദനമാണ്. ഏത് ഹോർമോണാണ്? മെലാട്ടോണിനാണ്. മെലാട്ടോണിനാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിനാണ്. ഏത് ഹോർമോണാണ്? മെലാട്ടോണിനാണ്. അപ്പോൾ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ സഹായിക്കുന്നതും രാത്രികാലങ്ങളിൽ ഉൽപാദനം കൂടുകയും പകൽ സമയത്ത് ഉൽപാദനം കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് മെലാട്ടോണിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൃത്യമായി പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണും ഏത് തന്നെയാണ്? മെലാട്ടോണിനാണ്. അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അഡ്രിനൽ ഗ്രന്ഥിയാണ്. ഏത് ഗ്രന്ഥിയാണ്? അഡ്രിനൽ ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായിട്ടുള്ള മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ്. ഏതൊക്കെയാണ്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ്. അതായത് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ്. ഇനി അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടുന്നതിനോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടാനോ പ്രേരിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടാനോ അല്ലെങ്കിൽ പിന്തിരിഞ്ഞോടാനോ പ്രേരിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിനാണ്. ഏതാണ്? അഡ്രിനാലിനാണ്. അതായത് എപ്പിനെഫ്രിനാണ്. എപ്പിനെഫ്രിനാണ്. അപ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായിട്ടുള്ള മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും എന്ന് പറയുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ പ്രേരിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? അഡ്രിനാലിനാണ്. അഡ്രിനാലിനാണ്. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായിട്ടുള്ള കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. ഏതൊക്കെയാണ്? കോർട്ടിസോൾ, അൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ശരീരത്തിൽ
വീക്കവും അലർജിയും ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കോർട്ടിസോൾ ആണ്. ഏതാണ്? കോർട്ടിസോൾ ആണ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അൽഡോസ്റ്റിറോൺ ആണ്. ഏതാണ്? അൽഡോസ്റ്റിറോൺ ആണ്. അപ്പോൾ അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഉൾഭാഗം ഏതാണ്? മെഡുലയാണ് അല്ലെ? അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗം കോർട്ടെക്സും ഉൾഭാഗം മെഡുലയുമാണ്. ഈ കോർട്ടെക്സ് അതായത് അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറംഭാഗമായിട്ടുള്ള കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ, അൽഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകൾ. ഇനി മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയായിരുന്നു? അഡ്രിനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായിട്ടുള്ള മെഡുല ഏതൊക്കെ ഹോർമോണുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? അഡ്രിനാലിനും നോർ അഡ്രിനാലിനുമാണ്. ഇനി കോർട്ടിസോൾ എന്തിനാണ് സഹായിക്കുന്നത്? ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? കോർട്ടിസോൾ ആണ്. അതുപോലെ തന്നെ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അൽഡോസ്റ്റിറോൺ ആണ്. ഏതാണ്? അൽഡോസ്റ്റിറോൺ ആണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോ ഹോർമോൺസിന്റെയും ഫങ്ഷൻസ് അഥവാ ധർമ്മങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? വളർച്ചാ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? പീറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഏതാണ്? പീറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ഏതാണ്? വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപിൻ. ഏതാണ്? സൊമാറ്റോട്രോപിൻ ആണ്. വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപിന്റെ ഉൽപാദനം കൂടിയാൽ ഉണ്ടാകുന്ന അവസ്ഥ. വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപിന്റെ ഉൽപാദനം കൂടിയാൽ ഏത് അവസ്ഥയ്ക്ക് കാരണമാകുന്നു? ഭീമാകാരത്വം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ഏത് അവസ്ഥയ്ക്കാണ് കാരണമാകുന്നത്? ഭീമാകാരത്വം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ വളർച്ചാ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് അഥവാ അന്തസ്രാവി ഗ്രന്ഥിയാണ് പീറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് പറയുന്നത്. വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് സൊമാറ്റോട്രോപിൻ എന്ന് പറയുന്നത്. വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപിന്റെ ഉൽപാദനം കൂടിയാൽ എന്തിനു കാരണമാകുന്നു? ഭീമാകാരത്വം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപിന്റെ ഉൽപാദനം കുറഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഏതാണ്? കൂടുമ്പോൾ ഭീമാകാരത്വം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു അല്ലെ? എങ്കിൽ കുറയുമ്പോൾ ഏത് അവസ്ഥയ്ക്ക് കാരണമാകുന്നു? വാമനത്വം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപിന്റെ ഉൽപാദനം കുറയുമ്പോൾ വാമനത്വം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. വളർച്ചാ ഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം മൂലം ഉണ്ടാകുന്ന ശാരീരിക വൈകല്യം. വളർച്ചാ ഘട്ടത്തിന് ശേഷം വളർച്ചാ ഹോർമോണിന്റെ അമിതമായ ഉൽപാദനം കൂടുന്നത് മൂലമുണ്ടാകുന്ന ശാരീരിക വൈകല്യം ഏതാണ്? അക്രോമെഗലിയാണ്. എന്താണ്? അക്രോമെഗലിയാണ്. അക്രോമെഗലിയാണ്. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പീറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഏത് ഗ്രന്ഥിയാണ്? പീറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. ഈ പീറ്റ്യൂട്ടറി ഗ്രന്ഥി നായക ഗ്രന്ഥി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നായക ഗ്രന്ഥി എന്ന പേരിൽ അറിയപ്പെടുന്നതും ഈ പീയൂഷ ഗ്രന്ഥി തന്നെയാണ്. പീറ്റ്യൂട്ടറി ഗ്രന്ഥി അല്ലെങ്കിൽ പീയൂഷ ഗ്രന്ഥി തന്നെയാണ് നായക ഗ്രന്ഥി എന്ന പേരിലും അറിയപ്പെടുന്നത്. ഇതിന്റെ ആകൃതി എന്താണ്? പയർവിത്തിന്റെ ആകൃതിയാണ് അല്ലെ? ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? സൊമാറ്റോട്രോഫിനും പ്രൊലാക്റ്റിനുമാണ്. ഈ പ്രൊലാക്റ്റിൻ എന്തിനാണ് സഹായിക്കുന്നത്? മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിക്കാനാണ് അല്ലെ? മുലപ്പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? പ്രൊലാക്റ്റിൻ ആണ്. പ്രൊലാക്റ്റിൻ ആണ്. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ്. ഏത് ഗ്രന്ഥിയാണ്? തൈമസ് ഗ്രന്ഥിയാണ്. യൗവനകാലം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി. യൗവനകാലം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥി ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ്. അപ്പോൾ തൈമസ് ഗ്രന്ഥി യൗവനകാലം വരെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? തൈമോസിനാണ്. ഏതാണ്? തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിനാണ്. അപ്പോൾ മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ തൈമസ് ഗ്രന്ഥി യുവത്വ ഗ്രന്ഥി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ട്. യുവത്വ ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് ഏത് ഗ്രന്ഥിയാണ്? തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥിയാണ്.
യൗവനകാലം വരെ മാത്രം പ്രവർത്തിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. ഈ തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് കേട്ടോ തൈമോസിൻ എന്ന് പറയുന്നത്. ഈ തൈമോസിൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? യുവത്വ ഹോർമോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തൈമോസിൻ യുവത്വ ഹോർമോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ കുട്ടികളിൽ പ്രവർത്തിക്കുകയും മുതിർന്നവരിൽ പ്രവർത്തനരഹിതമാകുകയും ചെയ്യുന്ന ഗ്രന്ഥിയും ഏത് തന്നെയാണ്? തൈമസ് ഗ്രന്ഥിയാണ്. ഏതാണ്? തൈമസ് ഗ്രന്ഥിയാണ്. കുട്ടികളിൽ പ്രവർത്തിക്കുകയും മുതിർന്നവരിൽ പ്രവർത്തനരഹിതമാകുകയും ചെയ്യുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രോഗപ്രതിരോധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പാകപ്പെടലിനെ നിയന്ത്രിക്കുന്ന ഹോർമോണും ഏത് തന്നെയാണ്? തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിനാണ്. അന്തസ്രാവ വ്യവസ്ഥയുടെ നിയന്ത്രകനായ ഗ്രന്ഥി ഏത്? അന്തസ്രാവ വ്യവസ്ഥയുടെ നിയന്ത്രകനായ ഗ്രന്ഥി ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെ? ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഓക്സിഡോസിനും വാസോപ്രസിനുമാണ്. ഏതൊക്കെയാണ്? ഓക്സിഡോസിനും വാസോപ്രസിനുമാണ്. അപ്പോൾ അന്തസ്രാവ വ്യവസ്ഥയുടെ നിയന്ത്രകനായ ഗ്രന്ഥിയാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഓക്സിഡോസിനും വാസോപ്രസിനും. ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ഏതാണ്? ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിഡോസിനാണ്. ഏതാണ്? ഓക്സിഡോസിനാണ്. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിനാണ്. അഥവാ ADH ആണ് കേട്ടോ. വാസോപ്രസിനാണ്. ADHന്റെ ഫുൾ ഫോം എന്താണ്? ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ ആണ് കേട്ടോ. അത് പഠിച്ചു വെക്കണം. ADH എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ ആണ്. ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ ആണ്. വേനൽക്കാലത്ത് ഉൽപാദനം കൂടുകയും മഴക്കാലത്ത് ഉൽപാദനം കുറയുകയും ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? വേനൽക്കാലത്ത് ഉൽപാദനം കൂടുകയും മഴക്കാലത്ത് ഉൽപാദനം കുറയുകയും ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിനാണ്. ഏതാണ്? വാസോപ്രസിനാണ്. അപ്പോൾ ഗർഭാശയ ഭിത്തിയിലെ മിനുസപേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോണാണ് ഓക്സിഡോസിൻ എന്ന് പറയുന്നത്. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിന് സഹായിക്കുന്നത് വാസോപ്രസിനാണ്. വേനൽക്കാലത്ത് ഉൽപാദനം കൂടുകയും മഴക്കാലത്ത് ഉൽപാദനം കുറയുകയും ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. മൂത്രത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. മൂത്രത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിനാണ്. ഏതാണ്? വാസോപ്രസിനാണ്. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ എന്താണ്? വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. എന്താണ്? ഡയബറ്റിക് ഇൻസിപ്പിഡസ് ആണ്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് ആണ്. ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നത് എന്താണ്? വാസോപ്രസിനാണ് അല്ലെ? വാസോപ്രസിനാണ് ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മൂത്രത്തിന്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ആണ് വാസോപ്രസിൻ എന്ന് പറയുന്നത്. വാസോപ്രസിന്റെ ഉൽപാദനം കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അതുപോലെ ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്നതും വാസോപ്രസിൻ ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.